ഈ ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ കാണുന്ന ഈ ഒരു ചെടി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല, മറിച്ച് ഇലയും തണ്ടുമൊക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഒരു നല്ല അടിപൊളി ചീരയാണ്. റോഡ് സൈഡുകളിലും അതുപോലെ തന്നെ വഴിയോര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചീര ധാരാളം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ വിറ്റാമിൻസുകളൊക്കെ അടങ്ങിയ ഒന്നാണ്. മുൻപൊക്കെ നമ്മുടെ കറികളിലൊക്കെ കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചീര ധാരാളമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചീരയുടെ പേര് സാമ്പാർ ചീര അല്ലെങ്കിൽ പരിപ്പ് ചീര എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ ഒരു ചീരയുടെ തണ്ടിലും അതുപോലെ തന്നെ ഇലയിലൊക്കെ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തോരൻ വെക്കാനും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ നല്ല രുചിയാണ്. ഇതിന്റെ തണ്ട് മുറിച്ച് നട്ടോ അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് നട്ടോ ആണ് ഇത് റീപ്ലാന്റേഷൻ ചെയ്യാനായിട്ട് പറ്റുക. അതായത് നമ്മുടെ മറ്റു ചീരയുടെ പോലെ തന്നെ അതേ സെയിം വിത്ത് തന്നെയാണ് ഈ ഒരു ചീരക്കും വരുന്നത്. എന്നാൽ ഇതിന്റെ പൂ വിരിഞ്ഞുണ്ടാവുന്ന ഒരു കായിലാണ് ഇതിന്റെ വിത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവുക. ഈ പൂ വിരിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു കായിൽ നിന്നാണ് ഇതിന്റെ വിത്ത് നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ വിത്ത് പാകിയാണെങ്കിൽ കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കണം. നേരെ മറിച്ച് കമ്പാണ് നമ്മൾ നടുന്നതെങ്കിൽ യാതൊരു പ്രശ്നമില്ല, വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ധാരാളമായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടിയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കൂടുതൽ പരിചരണമൊന്നും ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചീര കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഗ്രോ ബാഗിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇളക്കി മാറ്റി കൊടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ധാരാളം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ വിറ്റാമിൻ കണ്ടന്റുകളൊക്കെ ഉണ്ട് എങ്കിലും ഇത് സ്ഥിരമായി കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. കാരണം ഈ ഒരു ചീരയിൽ ധാരാളം ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി രോഗമുള്ളവരൊക്കെ ഇത് സൂക്ഷിച്ച് കഴിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സാമ്പാർ ചീരയെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യൂ.